ഞങ്ങളുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ആര് പ്രഖ്യാപിക്കുന്നു പറഞ്ഞു? കോൺഗ്രസ് പാർട്ടി പറഞ്ഞോ നിങ്ങളോട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു? പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, റോബർട്ട് ഭദ്ര ചിലർക്ക് വേണ്ടി നിൽക്കുന്നു. എന്തൊരു അസംബന്ധമാണ് ഇതൊക്കെ. പുതുതലമുറ കാണിക്കുന്ന ഒരു അച്ചടക്കമുണ്ടല്ലോ, പുതുതലമുറ ഈ വിഷയങ്ങൾക്കകത്ത് അവർക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു. ഞാൻ പറയാമല്ലോ, 10 വർഷത്തിനിടയിൽ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞു. ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ പേര് പറ. ആ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കന്മാർ കാണിക്കണം. അത് ഏതെങ്കിലും ഒരു പേരിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എല്ലാവർക്കും അത് ബാധകമാണ്. നമസ്കാരം. ഒടുവിൽ സുധാകരന് പാർട്ടി വഴങ്ങിയോ? അനാരോഗ്യം അയോഗ്യതയാക്കി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിന്തള്ളിയാൽ അതേ വിഷയം ചൂണ്ടിക്കാണിച്ച് കണ്ണൂർ എം പി സ്ഥാനവും രാജിവെക്കുമെന്ന കെ സുധാകരന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ ഹൈക്കമാൻഡിന് കണക്കുകൂട്ടലുകൾ തെറ്റിയോ? ശശി തരൂരിന്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും പിന്തുണ കൂടി ഉറപ്പാക്കുന്നതിനോട് കൂടിയാണോ സുധാകരന് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത്? ക്രൈസ്തവ സഭാ നേതൃത്വവുമായി അനുനയ നീക്കങ്ങൾ നടത്തിയ സുധാകരൻ AK ആന്റണിയെയും VM സുധീരനെയും ഒക്കെ ഒപ്പം കൂട്ടി ഒരു മുഴം മുന്നേ എറിഞ്ഞു. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ട് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാണ് നേതൃത്വത്തിലെ ആശയക്കുഴപ്പം. എന്തായാലും KPCCയുടെ പുതിയ അധ്യക്ഷനായി ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആന്റണിയുടെ അനുയായികൾക്ക് തൽക്കാലം നിരാശപ്പെടാതെ മാർഗമില്ല. അപ്പോഴും യൂത്തന്മാർ അസ്വസ്ഥരാണ്. ഹൈക്കമാൻഡിന് കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ വാർത്തയുണ്ടാക്കുന്നതിൽ ആണ് അവർക്ക് അതൃപ്തി. വരാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല എന്ന് യൂത്തന്മാർ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തുടരുമോ ഇല്ലയോ എന്ന് നേതൃത്വം വ്യക്തത വരുത്തണം എന്നാണ് ആവശ്യം. സുധാകരന്റെ വിജയമോ എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകർ ആയ ശ്രീ ശ്രീകുമാർ മനയിൽ, ശ്രീ ജോർജ് പൊടിപ്പാറ, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം ശ്രീ B റെജി കോൺഗ്രസ് സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ശ്രീ B റെജി, ഒരാഴ്ചയിലേറെയായി തുടർച്ചയായി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒന്നാണ് KPCCക്ക് പുതിയ അധ്യക്ഷൻ ഉണ്ടാകുമെന്ന്. അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നു. KPCC അധ്യക്ഷനെ തന്നെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. ഇന്ന് ഉച്ചയോടുകൂടി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വാർത്താ സോഴ്സിലൂടെ അതിനുള്ള സാധ്യത കുറവാണ് എന്നും കൃത്യമായ സമ്മർദ്ദം ഹൈക്കമാൻഡിന് മുന്നിൽ സുധാകരൻ ചെലുത്തുന്നുണ്ട് എന്നും ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടനെ ഉണ്ടാകില്ല എന്ന വാർത്തയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ആ വാർത്ത സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് എത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് വെട്ടിലായിരിക്കുകയാണോ? അങ്ങനെ ഒരു വെട്ടിലാകുന്ന പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ലല്ലോ. 140 വർഷത്തെ ചരിത്രമുള്ള ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എത്രയോ പ്രസിഡന്റുമാർ മാറി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇടത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ്. കാരണം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം അടുത്ത വർഷം ആദ്യം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ വലിയ പരാജയം ഏറ്റുവാങ്ങും എന്നുള്ള ഒരു സാഹചര്യം ത്തെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിന് മുഖ്യ എതിരാളിയായ കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു ആശയക്കുഴപ്പത്തിലാണ്, നേതൃമാറ്റം സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു വാർത്താ മാധ്യമങ്ങൾ ഇതിനൊരു വലിയ പ്രചാരണം കൊടുക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് ബഹുമാന്യനായ പക്ഷേ താങ്കൾ പറയുന്നത് പോലെ ഇടത് മുന്നണി ഇങ്ങനെ ഒരു പ്രചാരണം നടത്തേണ്ട എന്താ ആവശ്യമാണ് അവർക്കുള്ളത്? ഈ വാർത്തയുടെ സോഴ്സസിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുമോ? ഇത് ഇന്നലെ അദ്ദേഹം നടത്തിയ ഈ വാർത്തയുടെ സോഴ്സ് എന്തുമാകട്ടെ, ഡൽഹിക്ക് വിളിപ്പിച്ചത് എത്രയോ നേതാക്കളെയാണ്. KPCC അധ്യക്ഷനെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നു. KC വേണുഗോപാൽ പിന്നെ സംഘടനാകാര്യ ചുമതലയുള്ള ആളാണ്, അതുകൊണ്ട് ഡൽഹിയിൽ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത്. VD സതീശനെ അടക്കം ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷം കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളുണ്ട്.
എന്തിനാണ് ഈ ആന്റണിയുടെ അനുയായികൾ വാദ്യമേളങ്ങളൊക്കെയായി കാത്തിരുന്നത്? എന്തിനാണ് ഈ ഇത്തരത്തിൽ, അതായത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്ന് തന്നെ ഒരു യാത്ര ആരംഭിക്കാം, അതായത് ഈ പുതിയ അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോഴുള്ള യാത്ര ആരംഭിക്കാമെന്ന ഒരുക്കങ്ങൾ നടത്തിയത്? ഇതൊക്കെ ഊഹങ്ങളല്ലേ. ഇന്നലെ ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത്, പാർട്ടിക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല, പാർട്ടി പറഞ്ഞാൽ അനുസരിക്കും എന്തും. ഇതാണ് അദ്ദേഹത്തിൻ്റെ, അതായത് കോൺഗ്രസിന് 2021 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തെ സമൂലമായിട്ടുള്ള ഒരു അടിത്തറ ഉറപ്പാക്കുകയും അതിൻ്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്ത അദ്ദേഹമാണ്. പക്ഷേ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഭരണഘടന, ഇത് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അത് കൃത്യമായി 3 വർഷം കഴിയുമ്പോൾ അവർക്ക് ഒരു സംസ്ഥാന സമ്മേളനം നടത്തി അതിൻ്റെ നേതാക്കളെ തെരഞ്ഞെടുക്കുന്ന കൃത്യമായ ഒരു സംവിധാനമുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സംവിധാനമില്ല. പക്ഷേ 1933 വരെ അത് ഉണ്ടായിരിക്കുകയും അതിനുശേഷം ഒരു ടേം നിശ്ചയിക്കുകയും ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നേതൃമാറ്റ വിഷയം ഇങ്ങനെ അടിക്കടി വരുന്നത്. നോക്കൂ, കേരളത്തിലെ KPCCയെ സംബന്ധിച്ച് 2 പേരാണ് 4 വർഷത്തിൽ കൂടുതൽ ഇരുന്നിട്ടുള്ള ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കിട്ടുന്നത്. ഒന്ന് AK ആന്റണി, അദ്ദേഹം 10 വർഷത്തോളം KPCCയുടെ നേതൃത്വത്തിൽ ഇരുന്നു. അതുപോലെ രമേശ് ചെന്നിത്തല 9 വർഷം. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഏതാണ്ട് 4 വർഷം 3 വർഷം അങ്ങനെയുള്ള ഒരു പീരീഡിലാണ് ഇരുന്നിട്ടുള്ളത്. ശ്രീ റെജി, ഇവിടെ ഇത് KPCC അധ്യക്ഷന്റെ കാലയളവ് സംബന്ധിച്ച് ആർക്കും വലിയ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. നിലവിൽ KPCC അധ്യക്ഷനെ അയോഗ്യത എന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന നിലയിലാണ് പുറത്തു പറയുന്നത്. എങ്കിൽ പോലും ജാതി സമവാക്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ താങ്കൾ പറയുന്ന ഈ ക്ലെയിമുകൾ, അതായത് ഇത് മാധ്യമ സൃഷ്ടിയാണ്, അതാണ് KC വേണുഗോപാലും പറഞ്ഞത്, ഇടത് സൃഷ്ടിയാണ്, അതൊക്കെ നിലനിൽക്കുമായിരുന്നു. എപ്പോൾ വരെ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരാൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയില്ലെങ്കിൽ താങ്കളുടെ ക്ലെയിമിനെ എനിക്കും എതിർക്കാനില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് എന്താണ്? ഹൈക്കമാൻഡിന് കൃത്യമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ആ തീരുമാനത്തെക്കുറിച്ച് ബോധ്യമുണ്ട്, ആ തീരുമാനം പറഞ്ഞ് സാധാരണക്കാരായ അണികളുടെ ആത്മവിശ്വാസം കെടുത്തരുത് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ മാധ്യമ വാർത്തയാകും? എങ്ങനെ ഇടതുപക്ഷം പടച്ചുവിട്ട ഒന്നായി മാറും? 2021 ഈ K. സുധാകരൻ KPCCയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് ആ തെരഞ്ഞെടുപ്പിലെ ഉണ്ടായ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയം കാലാകാലങ്ങളിൽ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, AK ആന്റണി KPCCയുടെ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 38 വയസ്സായിരുന്നു. അതുപോലെ രമേശ് ചെന്നിത്തല KPCCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. അപ്പോൾ ഇപ്പോൾ 77 വയസ്സ് പ്രായമുള്ള K. സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ, അദ്ദേഹം സ്വമേധയാ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ആ പദവിയിൽ നിന്നൊരു മറ്റൊരു പദവിയിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടുന്നത് ഒരു കൂട്ടായ നേതൃത്വമാണ് തീരുമാനമെടുക്കുന്നത്. ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുകയോ അങ്ങനെ എടുക്കുന്ന ഒരു നിലപാടോ ചേർക്കാറില്ല. മാത്രമല്ല K. സുധാകരനെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയത്തക്ക എന്ത് പോരായ്മയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ളത്? അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മൾ വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഒരു വ്യക്തതയില്ലാത്ത ആരോപണങ്ങളെ ഇങ്ങനെ പർവ്വതീകരിച്ച് ഒരു കേരളീയ സമൂഹത്തിനിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും അതുവഴി ഇടതുപക്ഷ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇത് നമുക്ക് ആരോപണങ്ങൾ ആരാണ് ശ്രീ ബി റജി ഉന്നയിക്കുന്നത്? അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെയല്ലേ? അതല്ലേ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഈ നേതൃത്വം യുവാക്കളുടെ പക്വതയെങ്കിലും കാണിക്കണമെന്ന്? അല്ല, അത് പറയാനുള്ള ഇത്രയും വ്യക്തി സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ പാർട്ടിക്ക് അതിലെ നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ തീരുമാനം ഈ അഭിപ്രായങ്ങളെ സമന്വയീകരിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ കേന്ദ്ര നേതൃത്വം കൂട്ടായ ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കുന്നത്. ഏകപക്ഷീയ അവരതിൻ്റെ പല സാഹചര്യങ്ങൾ പരിശോധിക്കും, അവർ ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കും, പ്രായം പരിശോധിക്കും, ജനവിശ്വാസം പരിശോധിക്കും, ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം പരിശോധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുകയായിട്ടാണ് അവർ ആത്യന്തികമായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നത്. ഊഹാപോഹങ്ങൾ പലതും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പല കോണുകളിൽ നിന്നും വരും. അതിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളവരായാലും ശരി, ബഹുജനങ്ങളായാലും ശരി, അതിനെ ആ രീതിയിൽ മാത്രമാണ് കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീകുമാർ മനയിൽ കൂടി ചേരുന്നുണ്ട്. ശ്രീകുമാർ മനയിൽ, ഇന്ന് KC വേണുഗോപാലിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപക്ഷെ പാലക്കാട് DCCയുടെ ആസ്ഥാനത്തൊക്കെ വന്നിട്ടുള്ള പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പിണറായിക്ക് ഒപ്പം നിൽക്കാൻ സുധാകരൻ മാത്രമേ ഉള്ളൂ എന്നൊന്നുമുള്ള പോസ്റ്ററുകൾ എന്തായാലും ഇടതുപക്ഷ നേതാക്കളോ ഇടതുപക്ഷ പ്രവർത്തകരോ ഒന്നും ഒട്ടിക്കുവാനുള്ള ഒരു സാധ്യതയും അവിടെ ഞാൻ കാണുന്നില്ല. KC പറയുന്നതിനെ വെള്ളം തൊടാതെ വിഴുങ്ങുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ ശ്രീകുമാർ മനി?
അല്ല അഭിലാഷ, ഈ കെ സുധാകരനെ മാറ്റും എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇതിനകത്ത് ഉയർന്നു വരേണ്ടത്. അതെ, കെ സുധാകരനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി പുതിയൊരാളുടെ KPCC അധ്യക്ഷന്റെ ചുമതല ഏൽപ്പിക്കുമോ? ആ ഏൽപ്പിക്കാൻ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കെ സുധാകരനെ അടക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന എന്തോ ഒരു നടപടി ഡൽഹിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതാണ് ഈ കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം. കെ സുധാകരനെ മാറ്റണമെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കെ സുധാകരനല്ല, ഇന്ത്യയിലെ ഏത് PCC പ്രസിഡന്റിനെയും മാറ്റണമെങ്കിൽ AICCക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം കൊണ്ട് കൃത്യമായിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഈ പ്രസിഡന്റിനെ മാറ്റി പുതിയൊരാളെ ചുമതല ഏൽപ്പിക്കാം. അതിന് കൃത്യമായ സിസ്റ്റം ദശാബ്ദങ്ങളായിട്ട് നടന്നു പോകുന്നതാണ്. ആ സിസ്റ്റത്തിന് ഇപ്പോഴും യാതൊരു പ്രശ്നമില്ല. കാരണം അങ്ങനെയാണ് പല PCC അധ്യക്ഷനും മാറ്റിയത്. പക്ഷേ ഇവിടെ കെ സുധാകരൻ്റെ കാര്യം വരുമ്പോൾ ഹൈക്കമാൻഡിന് എന്തെങ്കിലും ഒരു മനസ്സുമടുപ്പുണ്ടോ, അല്ലെങ്കിൽ കെ സുധാകരനെ മാറ്റണം എന്നുള്ള തീരുമാനം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഈ സുധാകരനെ മാറ്റണം എന്നുള്ള ഒരു ചിന്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ വച്ചപ്പോൾ അതിപ്പോൾ മാറ്റുന്നത് ശുഭകരമായിരിക്കില്ല എന്ന് ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അളന്ന് തൂക്കി നോക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് അവിടുന്ന് ഒരു തീരുമാനം വരാൻ വൈകുന്നു എന്നുള്ളതാണ്. കാരണം കെ സുധാകരനോട് മാറണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം മാറേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം എന്ത് വന്നാലും നിങ്ങൾ മാറിയേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു, പുതിയൊരാൾ ആ സ്ഥാനത്ത് വരട്ടെ എന്ന് എന്തുകൊണ്ട് ഉറപ്പിച്ച് കെ സുധാകരനോട് ഇവർ പറയുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല? അഥവാ മറ്റൊന്നും കൂടിയുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പാർട്ടിയുടെ രാഷ്ട്രീയ സാധ്യതകളെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഉയരുമോ, അതൊരു മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് തള്ളിയിടുമോ പാർട്ടി എന്നുള്ള ഭയം ഹൈക്കമാൻഡിനുണ്ടോ? ഇത് രണ്ടും കൂടി നമ്മൾ നോക്കുമ്പോഴാണ് എവിടെയോ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കെ സുധാകരൻ വളരെ മികച്ച KPCC അധ്യക്ഷനാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹത്തെ ഇപ്പം മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 4 വർഷവും വളരെ മികച്ച രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടായി. പ്രവർത്തകർക്ക് ആവേശം നൽകാൻ കഴിയുന്ന നേതാവാണ്. ഒരു പാൻ കേരള ഔട്ട്ലുക്കുള്ള നേതാവാണ്. അദ്ദേഹത്തെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തെ മാറ്റുമ്പോൾ അതേ സ്റ്റേച്ചറിലുള്ള ഒരു നേതാവിനെങ്കിലും ഹൈക്കമാൻഡ് കണ്ടെത്തണമല്ലോ. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പേരുകളൊന്നും കരുണാകരന്റെ ഈ കെ സുധാകരന്റെ സ്റ്റേച്ചറിന്റെ ഒപ്പം നിൽക്കുന്ന പേരുകളല്ല. അപ്പോൾ സുധാകരനെ മാറ്റുമ്പോൾ സുധാകരനേക്കാൾ മികച്ച ഒരാളെ എല്ലാ സ്ഥാനത്ത് വെക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ടോ? ഈ ജാതി സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മറ്റുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് കത്തോലിക്ക സഭ തന്നെയാണ് ഇതിൽ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന തരത്തിലാണ് പൊതുവെ പുറത്തു വരുന്ന വാർത്തകൾ. അവിടെ ആന്റണിയുടെ പേര് തന്നെയാണ് വളരെ സജീവമായി ഉയർന്നു കേട്ടത്. സണ്ണി ജോസഫിന്റെ പേരുകളും ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ആന്റണി തന്നെ KPCCയുടെ പുതിയ അധ്യക്ഷനാകാൻ പോകുന്നു എന്ന മട്ടിൽ തന്നെയുള്ള വിവരങ്ങളാണല്ലോ ആ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്നത്. അഭിലാഷ, ഇതിനകത്തൊരു പ്രായോഗികതയുണ്ട്. ഈ പിണറായി വിജയൻ, MV ഗോവിന്ദൻ, MA ബേബി എന്നൊക്കെയുള്ള നേതാക്കൾ അപ്പുറത്ത് നിൽക്കുന്നു. അതിന് പകരം ഇപ്പുറത്ത് നിൽക്കുന്ന പറ്റിയ പേരുകളാണോ ഈ പറഞ്ഞ പേരുകളെല്ലാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പൊളിറ്റിക്കൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു നേരിട്ട് എന്താ പറയുക ഡയറക്റ്റ് ആയിട്ടുള്ള ഫൈറ്റിലേക്ക് വരുമ്പോൾ ഈ പിണറായി വിജയൻ, MV ഗോവിന്ദൻ, MA ബേബി തുടങ്ങിയ പരിണതപ്രജ്ഞരായ നേതാക്കളെ നേടാൻ പറ്റിയൊരു നേതൃത്വം ഇപ്പുറത്ത് വേണ്ടേ? അങ്ങനെയുള്ള ഒരു അനുഭവ സമ്പത്തുള്ള നേതൃത്വം ഇപ്പുറത്ത് വേണ്ടേ? നിങ്ങൾ കേവലം കത്തോലിക്ക സഭയെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിസ്സാരമായിട്ട് ജയിച്ചു കയറാമെന്നു. ഈ സഭകളെയോ സമുദായങ്ങളെയോ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമല്ല ഇനി കോൺഗ്രസ് മുന്നോട്ട് വെക്കേണ്ടത്. മറിച്ച് CPM-നെതിരെ BJP-ക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വച്ചുള്ള നീക്കങ്ങളാണ് ഇനി കേരളത്തിലെ കോൺഗ്രസ് നടത്തേണ്ടത്. പിണറായി വിജയനും CPM-ഉം നടത്തുന്നത് അങ്ങനെയാണ്. പിണറായി വിജയനും CPM-ഉം ഇപ്പോൾ ഒരു സമുദായത്തിന്റെയും കക്ഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുത്തിട്ടില്ല. അതുപോലെ കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദിശ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജാതി മത സമവാക്യങ്ങൾക്കൊപ്പമല്ലാതെ സഞ്ചരിച്ച ചരിത്രമില്ല. ഇനിയാണെങ്കിലും അത് സാധിക്കുമോ? പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ നിന്നടക്കം ക്രൈസ്തവ വിഭാഗങ്ങൾ, അതായത് എക്കാലവും കോൺഗ്രസിനെ തുണച്ചിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവർക്ക് എവിടെയാണ് ഈ പാർട്ടിക്കകത്ത് ഇടം? അവർക്ക് പാർലമെന്ററി രംഗത്തടക്കം കോൺഗ്രസ് എത്രത്തോളം പരിഗണന നൽകിയിട്ടുണ്ട്? ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നു. അത് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നു എന്ന വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അല്ല, ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞ ചോദ്യം വീട് ആലോചിക്കുകയാണ്. 2016-ലും 2021-ലും കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ വളരെ കൂടുതൽ പിണറായി വിജയന് ലഭിച്ചു. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ CPM-ന് ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചത്? CPM മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ മെറിറ്റ് എന്ന് തന്നെ ഞാൻ പറയാം. അവിടെ
അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മെറിറ്റ്, അവരുടെ രാഷ്ട്രീയം പോട്ടെ, അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ മെറിറ്റ്. കാരണം പിണറായി വിജയൻ കത്തോലിക്കനായതുകൊണ്ടാണോ ക്രിസ്ത്യാനികൾ കൂടുതലും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അപ്പുറത്ത് പോയതും ക്രൈസ്തവ മേഖലകളിൽ CPM വലിയ മുൻതൂക്കം? കാഞ്ഞിരപ്പള്ളി പോലത്തെ സ്ഥലത്ത് കേരള കോൺഗ്രസ് മാണിയുടെ ഇടതുപക്ഷത്ത് നിന്ന് ആൾ ജയിച്ചു, ചങ്ങനാശ്ശേരി ജയിച്ചു. ഇതൊക്കെ എന്താണ്? ക്രൈസ്തവരല്ല. ക്രൈസ്തവർ നീ പറഞ്ഞ പോലെ മണ്ടന്മാരൊന്നുമല്ല എൻ്റെ അഭിലാഷേ. അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളെ പിടിച്ചൊരു ഒരു സ്ഥലത്ത് കയറ്റിയെടുത്തി എന്നാൽ പിന്നെ ഞങ്ങൾ കൂട്ടത്തോടെ വന്നിട്ട് അങ്ങോട്ട് വോട്ട് ചെയ്തേക്കാമെന്നൊന്നും ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾ വിചാരിക്കില്ല. അവരൊക്കെ വളരെയേറെ സിവിലൈസ്ഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക് ആയിട്ടുള്ള സമൂഹമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കരൊക്കെ. ഞാൻ എറണാകുളം നഗരം ജീവിക്കുന്ന ആളെ, എനിക്ക് നന്നായിട്ട് അറിയാതെ. അപ്പോൾ അങ്ങനെയൊന്നും ഒരു ആന്റി ആന്റണിയെ പോലത്തെ നേതാവിനെ കണ്ട് എന്നാൽ നിരത്തി പിടിച്ച് അവർക്ക് കോൺഗ്രസിന് വോട്ട് കുത്തിയേക്കാമെന്ന് അവർ വിചാരിക്കില്ല. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ക്രൈസ്തവ മേഖലകളിൽ CPMന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തന്നെയാണ്, ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. കൃത്യമായ രാഷ്ട്രീയം പിണറായി വിജയൻ മുന്നോട്ട് വെച്ചു. നമുക്ക് ആ രാഷ്ട്രീയത്തെ എതിർക്കാം, ഞാൻ അതിനെ എതിർക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ആ രാഷ്ട്രീയത്തിനെ മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തേണ്ടത്. മികച്ച നേതാക്കൾ, ഇപ്പൊ കെ സുധാകരനെ പോലൊരു നേതാവിനെ കൃത്യമായിട്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPMനെതിരെ മുന്നോട്ട് വയ്ക്കാൻ പറ്റിയ മുഖമാണ്. അപ്പൊ സുധാകരനെ ഈ 8 മാസം 9 മാസം മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമയത്ത് മാറ്റേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ മാറ്റുകയാണെങ്കിൽ അതിന് പറ്റിയ സ്റ്റേറ്റുള്ള നേതാവിനെ കണ്ടുപിടിക്കൂ. അത് നിങ്ങൾ ഏത് മതമോ ഏത് ജാതിയാകട്ടെ. അപ്പൊ അങ്ങനെ എങ്കിൽ മാത്രമേ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് മുന്നോട്ട് പോകൂ. ആ പൊളിറ്റിക്സ് മുന്നോട്ട് പോയാലേ കോൺഗ്രസിന്. ഞാൻ താങ്കളിലേക്ക് ശ്രീ റെജി ലൂക്കോസ്, എന്തായാലും ശ്രീ റെജി ഇവിടെ പറഞ്ഞത് ഇത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത്രമേൽ സോഴ്സ് ഇല്ലാത്ത വാർത്തകളൊന്നുമല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഒരു തർക്കവും വേണ്ട. ഇത് വളരെ കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അത് മാത്രവുമല്ല, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത് ഇതേ സംഘടനയിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നത് മാത്രമല്ല ഒരു MLA കൂടിയാണ് ഇപ്പോൾ എന്നത് വസ്തുതയായി നിൽക്കുന്നു. ഇവിടെ ശ്രീകുമാർ മനയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസ് പോക്കറ്റുകളിൽ നിന്ന് ചോർന്നു പോകുന്നു എന്നത് വസ്തുതയാണ്. അതൊരു വിഭാഗമെങ്കിലും BJPയോട് അടുക്കുന്നു, മറ്റൊരു വിഭാഗമാകട്ടെ പിണറായി വിജയന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു. അതിനൊരു പരിഹാരം എന്ന നിലയിലേക്കാണ് ചില മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും ഏത് തരത്തിലായിരിക്കും അതിന്റെ പ്രതിഫലനം ഉണ്ടാവുക എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അഭിലാഷ്, നമ്മളിപ്പോ ഈ ചർച്ച പറഞ്ഞ വസ്തുതകള് അവരുടേതായ വീക്ഷണത്തിൽ പറഞ്ഞു. ഇപ്പം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്നത് CPM ആണെന്ന് ഇവിടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയാണ് അവരെ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് കേൾക്കാനേ പറ്റുന്നു. പക്ഷെ വിഷയം അതല്ല. കെ സുധാകരനെ 6ാം തവണയാണ് ഈ ഹൈക്കമാൻഡ് അദ്ദേഹത്തിനൊന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് CPM അല്ല. അത് ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന കേരളത്തിന്റെ ചുമതലയുള്ള അവരുടെ നിരീക്ഷകൻ അവർ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് കെ സുധാകരൻ ഇന്നലെ ഓൺ ചെയ്തു. അവരെങ്ങനെ കൊടുത്തിട്ടുണ്ട്, എനിക്കെതിരെ അദ്ദേഹം പറഞ്ഞു. അത് കൂടാതെ തന്നെ ഇദ്ദേഹത്തിനോടൊപ്പം മുമ്പോട്ട് പോകാൻ പറ്റിയെന്നുള്ള VD സതീശൻ പലതവണ പറഞ്ഞതായിട്ടും വാർത്തകളുണ്ട്. നിങ്ങൾ മാധ്യമം പുറത്തുവിടുന്ന വാർത്തകളെല്ലാം വസ്തുതാപരമായ കാര്യം. അവർ തമ്മിലുള്ള ശത്രുത നമുക്ക് വളരെ വ്യക്തമായിട്ട് വിസിബിൾ ആയിട്ട് തന്നെ കേരളം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓണയാൽ തന്നെ മാധ്യമങ്ങളുടെ. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ കെ സുധാകരനെ കഴിഞ്ഞ ദിവസം വിളിച്ചു. പതിവായി ഡൽഹി പോകുന്ന കെ സുധാകരൻ അടിയന്തരമായിട്ട് അങ്ങോട്ട് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങളോ സുഖവിവരങ്ങളോ അറിയാൻ വേണ്ടിയിട്ടാണോ? മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയോടൊപ്പം ആണ് 45 മിനിറ്റ് അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹത്തിന് മാറ്റുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് നൽകുന്ന പോലെ വാഹനത്തെ കൊണ്ടയാക്കുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മല്ലികാർജ്ജുന സംഘം. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഡൽഹി വെച്ച് നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞത് എന്താ? കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഞാൻ മാറും, ഏത് നിമിഷം ഞാൻ മാറാൻ തയ്യാറാന്ന് പറഞ്ഞു. ആ വ്യക്തി പിറ്റേ ദിവസം രാവിലെ ഇന്നലെ തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞത് ഞാൻ മാറുന്ന വിഷയമേ ഇല്ല, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലെ ഞാൻ മാറത്തില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, ഞാൻ രോഗത്തിന് ചികിത്സിച്ചോളാം, രോഗമുള്ളവർ അവരുടെ രോഗം ചികിത്സിക്കട്ടെ, ഞാൻ മാറുന്ന വിഷയമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കണിക പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അദ്ദേഹം മാറിയെന്ന് പറയേണ്ട കാര്യം എന്തുകൊണ്ടാ? അപ്പൊ ആ ധിക്കാരത്തിന്റെ ധൈര്യം അദ്ദേഹത്തിന് എവിടുന്ന കിട്ടിയേ? അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ താരതമ്യേന ജൂണിലായ ബഹുമാനപ്പെട്ട VD സതീശന്റെ അപ്രമാദിത്യം, ഏകാധിപത്യ ഭാവം, അതിൽ അതൃപ്തരായ ഒരു വലിയ നിര കോൺഗ്രസിന് മുതിർന്ന നേതാക്കന്മാരുണ്ട്. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കെ മുരളീധരനാണ്. അതുകൊണ്ടല്ല അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞത് ഇദ്ദേഹം മാറേണ്ട ആവശ്യമില്ല, കെ സുധാകരൻ മാറേണ്ട ആവശ്യമില്ല, അദ്ദേഹം നല്ല KPC പ്രസിഡന്റാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വരുമ്പോൾ അദ്ദേഹം അതിനെ നന്നായിട്ട് നയിക്കുമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്ന ആൾ ഈ VD സതീശനെതിരാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദം മോഹിച്ചുകൊണ്ട് നടത്തുന്ന നാടകങ്ങൾ നമുക്കറിയാമല്ലോ. MM ഹസൻ, ദേശാടന പക്ഷി എന്ന് വിശേഷിച്ച് MM ഹസൻ അദ്ദേഹത്തിനെതിരല്ലേ? ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് ഒരു അന്തർദേശീയ മുഖ്യയുള്ള ശശിനെ കുറിച്ച് പറഞ്ഞാരാ? ഇതേ VD സതീശനാ.
അപ്പൊ അതേ ഈ കെ സുധാകരന്റെ ധൈര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ഒരു വൻ നിരയാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞത് ഇവരുടെ അവസാനത്തെ പിന്നെ അധികാര സ്ഥാനം പറഞ്ഞ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് പറയാനുള്ള അദ്ദേഹത്തിന് കിട്ടിയ ധൈര്യം അതാണ്. അവിടാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റു വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു കാര്യവുമില്ല. ദുർബലനും രോഗിയും പ്രായാധിക്യമുള്ള ആൾ, നേരത്തെ സുഹൃത്ത് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് 80 വയസ്സ് പ്രായമുണ്ട്. കാരണം പിണറായി വിജയനേക്കാൾ 1 വയസ്സ് മൂത്ത അദ്ദേഹം പിണറായി വിജയന്റെ സീനിയറായിട്ട് പഠിച്ച ആളാ. അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ദുർബലനായി മനുഷ്യനെ മാറ്റാൻ പോലും സാധിക്കാതെ ഇന്ന് കെ.സി. വേണുഗോപാൽ ഞങ്ങൾ ആരും ആലോചിച്ചു നിങ്ങൾ മാധ്യമം കൊണ്ടുവരണമെന്ന് അറിഞ്ഞു വാർത്ത. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് CPM-ന്റെ വാർത്തയാണ്. CPM പറഞ്ഞത് കേട്ടാണോ നിങ്ങൾ ന്യൂസ് 8-നെ പോലുള്ളവരെല്ലാം വാർത്തകൾ കൊടുക്കുന്നത്? അപ്പൊ നിങ്ങളുടെ സോഴ്സിനും നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്കൊന്നും ഒരു പ്രാധാന്യവും ഇല്ലേ? അതാണ് പറയുന്നത്. ഇവർക്ക് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള VD സതീശനുമായിട്ടുള്ള എതിരുള്ള 2 പ്രസ്ഥാനമായിട്ട് ഈ കോൺഗ്രസ് അകന്നിരിക്കുന്നു. ഒരു കാരണവശാലും VD സതീശന്റെ അപ്രബാധിത്വം അടുത്ത തവണ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന് ഈ നേതാക്കന്മാർ തടയിട്ടിരിക്കുന്നു. അതുകൊണ്ടൊരു സ്പ്ലിറ്റിലേക്ക് ഇത് കടന്നിരിക്കുന്നു. നിങ്ങൾക്ക് താമസത്തിനാ കേൾക്കാം, സുധാകരനെ മാറ്റിയാൽ ഈ പാർട്ടി കേരളത്തിൽ 2ആയിട്ട് പിരിയും. അതിന് നേതൃസ്ഥാനത്ത് വരുന്നത് കെ സുധാകരൻ ആയിരിക്കത്തില്ല, അദ്ദേഹത്തിന്റെ കൂടി സമൂഹത്തിലൂടെ ശശി തരൂരോ അല്ല എങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കും. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ ധൈര്യം വരുന്നത്? ഈ കെ സുധാകരൻ എങ്ങനെ ഇതുപോലെ ധിക്കരിച്ച് വാക്കുകൾ പറയാനുള്ള ധൈര്യം എന്ന് കിട്ടുന്നത്? ഇതാണ് അതിന്റെ വസ്തുത. എന്തിനാണ് അഭിലാഷ കെ.സി. വേണുഗോപാൽ നാളെ എത്തേണ്ട കെ.സി. വേണുഗോപാലെ തിരുവനന്തപുരത്ത് നിന്ന് അടിയന്തരമായിട്ട് ഇന്ന് രാവിലെ പിന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന് ഹൈക്കമാൻഡ് അത്രയും അടിയന്തര പ്രാധാന്യമുള്ള എന്തെങ്കിലും രാഷ്ട്രീയ ഉപവാസങ്ങൾ ഇന്ത്യയിലുണ്ടോ? ഇല്ല. പുൽവാമ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈറ്റിലേക്ക് പോകാനുള്ള ശേഷി അല്ലെ അതിന്റെ പിന്നെ അധികാരം കോൺഗ്രസിനാണോ? അല്ല. അപ്പോൾ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ മാറ്റുന്ന തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ഈ ധിക്കാരത്തിൽ ഭയന്ന് വിറച്ചുപോയ ഹൈക്കമാൻഡും കെ.സി. വേണുഗോപാലും ഇന്ന് നേരെ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഒന്ന് ആലോചിച്ചേ, ഇത്ര വിചിത്രമായ ഒരു ദുർബലമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ കേരളത്തിന് തകർന്നു. ഇവരുടെ എന്ത് പരിപാടികളും ഞങ്ങളൊരു കോമഡി ആയിട്ടേ കാണത്തുള്ളൂ. കാരണം അറിയോ, കേരളത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഈ UDF എന്ന് പറയുന്ന സംവിധാനത്തിന് പ്രത്യേകിച്ച് എസ്പെഷ്യലി കോൺഗ്രസ് ചേർത്ത് കൊടുക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ നാടകങ്ങൾ കളിച്ചുകൊണ്ട് തമ്മിൽ നടത്തുന്ന ഒരു പ്രസിഡന്റിനെ പോലും മാറ്റാൻ ശേഷിയില്ലാത്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ അധികാരത്തിൽ എത്തിക്കുമെന്ന് കേരളത്തിൽ എത്തിക്കുമെന്ന് ചുരുങ്ങിയ പക്ഷെ അഭിലാഷ് വിചാരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. തന്നെയുമല്ല, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ KCBC-യുടെ പിന്തുണ ഉണ്ടെന്ന്. KCBC എങ്ങനെയാണ് ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കുന്നത്? ആന്റോ ആന്റണി എന്ന് പറയുന്ന ആള് പെന്തിക്കോസ്റ്റ് സമൂഹമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. ആ വിശ്വാസ പ്രമാണത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കുടുംബവും. ഇൻവെർട്ടർ കോമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബം. അങ്ങനെയുള്ള ആളെ എങ്ങനെ കേരളത്തിലെ കത്തോലിക്ക സഭ പിന്തുണയ്ക്കുന്നത്? അത് തന്നെയല്ലേ കത്തോലിക്ക സഭ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഇടതുപക്ഷക്കാരാണെങ്കിൽ അത് ജനിച്ചു കൊടുത്തത്. എനിക്ക് എന്റെ എല്ലാ വശങ്ങളും അറിയാം. ഞാൻ പാലേ താമസിക്കുന്ന ആളാ. അവരൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അകത്ത് കയറി നിങ്ങൾ പ്രസിഡന്റ് ആക്കുന്ന സ്ഥാനാർത്ഥിനൊന്നും പറയത്തില്ല. പക്ഷെ അവർ പിന്തുണ കൊടുക്കും. അത് 2016 2021 ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു. അതിൽ നിന്ന് ഒരു മാറ്റവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം BJP RSS പോലെയുള്ള വർഗീയ ശക്തികൾ കേരളത്തിൽ തേരോട്ടം നടത്താതിരിക്കാനാണ് കേരളത്തിന് മതേതര ഭാവം ന്യൂനപക്ഷ സംരക്ഷണം CPM-നെ കൊണ്ട് ഇടതുപക്ഷത്തെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. ഇവിടുത്തെ മതേതരവാദികൾക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ദുർബലമായ കോൺഗ്രസിലെ കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട ജനങ്ങൾ അവരാരും മണ്ടന്മാരല്ല. ഏതെങ്കിലും ബിഷപ്പ് വല്ലതും പറഞ്ഞാൽ പോലും അവരത് അംഗീകരിക്കത്തില്ല. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ വിശ്വാസധാരയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം ഇടത് സഹയാത്രികനാണ്. ഈ സൂചിപ്പിച്ചതുപോലെ CPM സഹയാത്രികനാണ് എങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതല്ലേ ഇതിനകത്ത് വസ്തുത എന്നതും പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അവർക്ക് തടിയൂരാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം, അത് തന്നെയല്ലേ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമായിട്ടുള്ളത്. ഇത് ഇടതുപക്ഷം പടച്ചുവിട്ടൊരു വാർത്തയോ അല്ലെങ്കിൽ മാധ്യമ സൃഷ്ടിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈകഴുകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണോ ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? അഭിലാഷ, വളരെ കൃത്യമായിട്ട് തന്നെ പറയാൻ കഴിയും. ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്തയല്ല, ഇത് CPM ഉണ്ടാക്കിയ വാർത്തയല്ല. ഇത് യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ ഉറവിടം തേടിപ്പോയാൽ ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് ഒരു ആധികാരികത നൽകിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ ഇതുപോലെ പലവട്ടം ഡൽഹി സന്ദർശനം നടത്തിയിട്ടുള്ള കെ സുധാകരനെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങോട്ട് വിളിക്കുന്നത് ഒരു ചേതോവികാരം എന്തായിരുന്നു? അങ്ങനെ വിളിച്ചു വരുത്തി അദ്ദേഹമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അധ്യക്ഷനേക്കാൾ വലിയ അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തുന്നു. 45 മിനിറ്റ് നേരം ചർച്ച നടത്തുന്നു. വളരെ ഊഷ്മളമായിട്ട് അദ്ദേഹത്തെ വരവേൽക്കുന്നു.
അതിനേക്കാൾ ഹൃദയസ്പർശിയായിട്ട് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകുന്നു. ഇതൊക്കെ വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിന്റെ പിന്നിൽ ഒരു 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 ലക്ഷ്യവും ഇല്ലായിരുന്നു, ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് നമുക്ക് വിഴുങ്ങാൻ പറ്റുമോ? അത് അപ്പൊ യഥാർത്ഥത്തിൽ ഉദ്ദേശം ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ മാറ്റണം എന്ന് ഹൈക്കമാൻഡ് ആലോചിച്ചിരുന്നു. മാത്രമല്ല ശ്രീ റജി പറഞ്ഞ കാര്യങ്ങൾ ഓൺ ചെയ്തതാണ് ഇന്നലെ. അതായത് ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന AICC ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ പ്രത്യേക ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, നിരീക്ഷക ഈ പറഞ്ഞ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിൽ കേരളത്തിലെ നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഈ ഘട്ടത്തിൽ APCC അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ആ ചുമതലയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മാറ്റേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ പറ്റുന്നില്ല, പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, ഇന്ദിരാഭവനിൽ യഥാസമയം എത്താൻ പറ്റുന്നില്ല, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, തുടങ്ങിയ കുറെ കാര്യങ്ങൾ അവരുടെ റിപ്പോർട്ടിലുണ്ട്. അതിനടിവരയിടുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സർവേ നടത്തിയിട്ടുള്ള കനുകൂലിന്റെ റിപ്പോർട്ടും ഉണ്ടെന്ന് പറയുന്നു. അല്ല, പറയുകയല്ല ശ്രീ ജോർജ് പൊടിപ്പാറ. ഞാനിവിടെ ഒരു കാര്യം ചേർത്ത് വെക്കാം വളരെ കൃത്യമായി. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനാണ് ആദ്യം സുധാകരൻ പ്രതികരണം നൽകുന്നത്. അവിടെ കൃത്യമായി ഞങ്ങളുടെ പ്രതിനിധി ചോദിക്കുന്നുണ്ട്, ഈ താങ്കൾക്കെതിരെ ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ താങ്കളെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഒരു നേതാവാണ്, കേരളത്തിലെ ഒരു നേതാവാണ് അതിന് പിന്നിൽ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുമാണ് എന്ന് പറയുന്നു. അത് VD സതീശൻ, അദ്ദേഹം പറയുന്നില്ല, പക്ഷേ അത് VD സതീശൻ എന്നത് കേൾക്കുന്ന ആർക്കും സ്വാഭാവികമായി മനസ്സിലാകുന്ന ഒന്നല്ലേ? വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാവുന്നതാണ് അത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം കുറെ കാലമായിട്ട് അവർ തമ്മിലുള്ള ബന്ധം നല്ല ഊഷ്മളമല്ല. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒന്നാമത് തെറ്റുപറ്റിയിരിക്കുന്ന ഹൈക്കമാൻഡിനാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരെയോ VD സതീശനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പഴിചാരിയിട്ട് കാര്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണ് ശ്രീ സുധാകരനെ KPCC അധ്യക്ഷനാക്കിയത്. ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചത് ഒരു പാക്കേജിന്റെ ഭാഗമായിട്ടാണല്ലോ. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് പാർട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിൽ അന്നത്തെ KPCC പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും അത്രയൊന്നും എന്താ പറയാ അഭിമാനകരമല്ലാത്ത, അത്രയൊന്നും മാന്യമല്ലാത്ത രീതിയിൽ എക്സിറ്റ് കൊടുത്ത് അവരെ രണ്ടുപേരെയും എടുത്ത് കളഞ്ഞിട്ട് പകരം ഇവർ രണ്ടുപേർക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു മിഷനായിരുന്നു, അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ പിന്നീടുള്ള ഈ 4 വർഷത്തെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ റെജി ലൂക്കോസ് പറഞ്ഞിട്ടുള്ള പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എല്ലാം വളരെ സുഖമാണ്. ഇടതു മുന്നണി അങ്ങനെ കേക്ക് വാക്ക് നടത്തുകയാണ്. അവരൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മഹാവിജയം നേടും, അവർ 3-ാം ഊഴം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ശുഭകരമൊന്നും അല്ല കാര്യങ്ങൾ. നമുക്കറിയാം അത്ര ശുഭകരമാണെങ്കിൽ തൃക്കാക്കരയിൽ പാർട്ടിയുടെ സകല മിഷണറി, ഇടതുമുന്നണി അതിന്റെ സകല മന്ത്രിമാരെയും സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് 3 വോട്ടിന് എങ്ങനെയാണ് ഉമാ തോമസ് ജയിച്ചത്, PT തോമസ് മരിച്ചതുപോലെ ഒഴിവന്ന തൃക്കാക്കരയിൽ? അതുപോലെ ഉമ്മൻചാണ്ടി 5000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ എങ്ങനെയാണ് സകല ശക്തിയും ഇടതുമുന്നണി ഉപയോഗിച്ചിട്ട് 36,000-38,000 വോട്ടിന് ഈ പറഞ്ഞ ചാണ്ടി ഉമ്മൻ ജയിച്ചത്? പാലക്കാട് 4000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ 18,000 വോട്ടിന് ജയിച്ചത്? 39,000 വോട്ടിന് ജയിച്ച ചേലക്കരയിൽ എങ്ങനെയാണ് 12,000 വോട്ടിലേക്ക് ഭൂരിപക്ഷം കുറഞ്ഞത്? അപ്പൊ ഈ പറയുന്ന പോലെ അത്ര സുഗമമൊന്നും അല്ല കാര്യങ്ങള്. ഭരണവിരുദ്ധ വികാരമുണ്ട്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളും മകൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് വലിയ ആയുധങ്ങളായിട്ട് മറുവശത്തുണ്ട്. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധിയൊക്കെ ഇടതുമുന്നണി നേരിടുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാൻ തയ്യാറാകാതെ ഈ പറഞ്ഞ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ എന്തിനാണ് കോൺഗ്രസും UDF അഭിരമിക്കുന്നത്? ഇപ്പോ അതാണല്ലോ ചോദ്യം. അപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പറയുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്നത് അംഗനവാടിയിലെ തെരഞ്ഞെടുപ്പല്ല എന്ന് യുവ നേതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനായിരുന്നു ഈ ഘട്ടം അല്ലെങ്കിൽ ഈ സമയം കോൺഗ്രസ് തെരഞ്ഞെടുക്കുന്നത്? എനിക്ക് 1 മിനിറ്റ് കൂടി തരൂ. അതായത് യഥാർത്ഥത്തിൽ ഇവർ അഡ്രസ് ചെയ്യേണ്ട വിഷയം എന്താ? അതായത് കോൺഗ്രസും UDFും നേരിടുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് പരാജയം കൂടി നേരിടാനുള്ള ശക്തി മുന്നണിക്കില്ല. അങ്ങനെ ഒരു വലിയ പരാജയം കൂടി ഇനി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഈ രീതിയിൽ കേരളത്തിൽ ഉണ്ടാകുമോ? എനിക്ക് ആശങ്കയുണ്ട്. ഈ മുന്നണി ഏതായാലും ഈ കോലത്തിൽ ഉണ്ടാവില്ല, ഈ UDF എന്ന് പറയുന്ന മുന്നണി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കെ സുധാകരനെ മാറ്റലാണോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 100% പരിശ്രമം അല്ലെങ്കിൽ ഇട്ടുകൊടുത്തുകൊണ്ട് കൈവശം എന്തെല്ലാം പടക്കോപ്പുകളുണ്ട്, കൈവശം എന്തെല്ലാം വിഭവങ്ങളുണ്ട്, കൈവശം എന്തെല്ലാം ആൾശേഷിയുണ്ട്, അതെല്ലാം പരമാവധി ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയം നേടുക. അതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിലവിലുള്ള എഞ്ചിനീയറിംഗ് കൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും സർവ്വസജ്ജമാക്കി ഇറങ്ങുകയാണെങ്കിൽ അതാണ് ആവശ്യം. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ
ശ്രീകുമാർ മനീർ സൂചിപ്പിച്ചതുപോലെ, അതായത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് സ്വാഭാവികമായും കോൺഗ്രസിലാണ് ഈ ജാതിമത സംഘടനകൾ എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. നേരത്തെ ഈ താക്കോൽ സ്ഥാനം പോലെയുള്ള പരാമർശങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നേതാക്കളൊക്കെ രംഗത്ത് വരാറുണ്ട്. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു പരിധിവരെയൊക്കെ ഉണ്ട്, പക്ഷേ അത് കോൺഗ്രസിൽ പ്രകടമാണ്. ഈ ഘട്ടത്തിൽ അങ്ങനെയൊരു ജാതിമത സമവാക്യം എന്നത് കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് സ്വാഭാവികമായിട്ടും ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഈ സാമുദായിക സമവാക്യങ്ങൾ ഒരു പരിധി വരെ അതിനകത്തൊരു ഈക്വലിബ്രിയം അവർ പാലിച്ചിരുന്നു. അതായത് ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ പ്രധാന പങ്ക് UDF-നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഹിന്ദു വോട്ട് ബാങ്ക് ഇപ്പോൾ വലിയ തോതിൽ ഇടതുപക്ഷവും BJP-യും പങ്കുവെക്കാണ്. വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്ന് UDF-ന് ഷെയർ ഉള്ളൂ, അല്ലെങ്കിൽ ഷെയർ വിഹിതമായിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകളുടെ ബൾക്ക് വിഹിതം സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF-ന് അധികാരം എന്ന് പറയുന്നത് അത്ര അപ്രാപ്യമായ ഒരു സ്വപ്നമായിട്ട് മാറുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്ന് കരുതി ഈ അമിതമായ സമുദായ പ്രകടനം കൊണ്ട് കാര്യങ്ങൾ നടക്കൂ, അല്ലെങ്കിൽ തന്നെ ക്രൈസ്തവ സഭ ഇങ്ങനെ നേരിട്ടൊരു സമ്മർദ്ദ ശക്തിയായിട്ട് ഞങ്ങളുടെ ഒരാളെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ആ രീതിയിലൊരു പ്രസ്ഥാനം എവിടുന്നെങ്കിലും വന്നതായിട്ട് അറിയാമോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സമ്മർദ്ദമൊന്നും അല്ല. പക്ഷെ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വളരെ സമർത്ഥമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കേരള കോൺഗ്രസ് എമ്മിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അതുവഴി കത്തോലിക്ക വോട്ടിൽ, പ്രത്യേകിച്ച് പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി പോലെയുള്ള രൂപതകൾ, എറണാകുളത്ത് അതത്ര ബാധിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും ഇനിയും ബാധിക്കാൻ പോകുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ നടന്നു എന്നത് അവരുടെ അധികാരത്തിലേക്കുള്ള ആരോപണത്തെ വലിയ സഹായിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട്. അന്ന് നമ്മൾ മാധ്യമങ്ങളൊക്കെയും അങ്ങനെ വിലയിരുത്തിയതാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ മിടുക്കാണെന്നുള്ളത്. അപ്പൊ അതിലൊരു മാറ്റം വരുത്താൻ UDF ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കത്തോലിക്ക ഒരു പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിൽ ഒരു പ്രാതിനിധ്യം കൊടുക്കാം. പക്ഷെ അത് ആന്റോ അതിന് ഏറ്റവും സ്യൂട്ടബിൾ അല്ല. അതിന് KPCC അധ്യക്ഷനെ മാറ്റി അവിടെ ആയിരിക്കണം അക്കോമഡേഷൻ എന്ന് ആവശ്യമാണോ എന്നും നിർബന്ധമൊന്നുമില്ല. അതാണ് ആലോചിക്കേണ്ടത്. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത് എന്ന് KPCC മനസ്സിലാക്കണം, AICC മനസ്സിലാക്കണം. പാർട്ടിയെ യഥാർത്ഥത്തിൽ മുന്നണിയെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ ഘട്ടത്തിൽ പ്രയോറിറ്റി, നേതൃമാറ്റത്തിനാണോ അതോ തെരഞ്ഞെടുപ്പ് വിജയത്തിനാണോ? അങ്ങനെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ വെളുക്കാൻ തേക്കുന്നത് പാണ്ടായി മാറുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ ഒരു വിഭാഗം കോൺഗ്രസുകാർ എങ്കിലും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. സുധാകരന്റെ വിജയമോ എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ബി റജി, ഇവിടെ സുധാകരൻ തന്നെ ന്യൂസ് 18 നൽകിയ പ്രതികരണത്തിൽ കൃത്യമായി തനിക്കെതിരെ റിപ്പോർട്ട് പോയിട്ടുണ്ട്, അതിന് പിന്നിൽ ഒരു ഗ്രൂപ്പാണ്, ഒരു നേതാവാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ താങ്കൾ നേരത്തെ ഉന്നയിച്ച ക്ലെയിമുകളോടൊന്നും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം ഇത് മറ്റാരും സൃഷ്ടിക്കുന്നതല്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് എന്തായാലും ഇടത് പക്ഷത്ത് നിന്ന് ആകില്ല. ഇടത് നേതാക്കളാരും ഹൈക്കമാൻഡിന് സമർപ്പിക്കാനും പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുള്ളത് ഈ പറയുന്നത് പോലെ സുധാകരനെ മാറ്റുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ സുധാകരന് സാധിച്ചു. ഇപ്പോഴിതാ നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം AK ആന്റണിയെ സന്ദർശിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഹൈക്കമാൻഡിനെ വെട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് നൽകിയ റിപ്പോർട്ടുകളെ എല്ലാം വെട്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ സുധാകരന് നടത്താൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സുധാകരൻ തുടരുന്നു. അത് എത്ര ദിവസമെന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല. ഒരു പക്ഷേ വരും ആഴ്ചകളിൽ അതിൽ മാറ്റമുണ്ടാകില്ല എന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഈ ഘട്ടത്തിലെങ്കിലും തനിക്കെതിരായ ഈ ശക്തികളെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ സുധാകരന് സാധിച്ചിരിക്കുന്നു. അതല്ലേ അതിൻ്റെ വാസ്തവം? നോക്കൂ അഭിലാഷ്, ഈ K സുധാകരൻ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ അതേ രീതിയിൽ വായിക്കാം. ഞാൻ ഇറങ്ങണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. അതായത് പാർട്ടിയോട് അങ്ങേയറ്റത്തെ വിശ്വസ്തതയും കൂറും പുലർത്തുന്ന ഒരാളാണ് KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ K സുധാകരൻ. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷം കുടുംബ സംഗമം, അതുപോലെ വാർഡ് കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി ഇതെല്ലാം രൂപീകരിക്കുകയും അതിൻ്റെ സംഘടനാ തലത്തിൽ അതിനെ ശക്തമാക്കുകയും പാർട്ടിയിൽ ഒരു അച്ചടക്കം കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യൻ പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന എന്തെങ്കിലും തീരുമാനമെടുത്താൽ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയും അതിന് വിധേയനായി താൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പൊതുസമൂഹത്തിനോട് വാർത്താമാധ്യമങ്ങൾ വഴി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചർച്ചാ വിഷയമാക്കുന്നതിൻ്റെ സാഹചര്യം, ഇതിൻ്റെ ലാഭം, അല്ലെങ്കിൽ ഈ K സുധാകരനെ ഭയപ്പെടുന്നത് ആരാണ്? ഇവിടുത്തെ ഇടതുമുന്നണിയല്ലേ? അവർ 4ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ജനങ്ങളുടെയും ഒരു എതിർപ്പിന് വശംബദരായിക്കൊണ്ട്, അല്ലെങ്കിൽ എതിർപ്പിന്
ഭവിച്ചുകൊണ്ട് ഏത് രംഗത്ത് നോക്കിയാലും സാമ്പത്തികമായിട്ടായാലും തകർന്നു കിടക്കുന്ന ഒരു ഖജനാവ്, രാഷ്ട്രീയ രംഗത്ത് അന്തഃഛിദ്രങ്ങൾ, BJP-യുമായി ചേർന്നുള്ള ഒരു CJP സഖ്യമായിട്ട് നിന്നുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനം. അപ്പോൾ ഇടതുപക്ഷം മൂന്നാം ഭരണത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ എതിർത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ ദുർബലപ്പെടുത്തേണ്ടത് അവരുടെ ഒരു അജണ്ടയാണ്. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്, ഇതിൻ്റെ ഈ കോൺഗ്രസിൻ്റെ എതിരാളികളാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ പാർട്ടി അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അത് പല വിധത്തിലുള്ള പല ഘട്ടങ്ങളിലുള്ള ചർച്ചകൾ അവർ നടത്തും. പക്ഷെ ചർച്ചയിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അതിൻ്റെ സത്ത, അതിൻ്റെ എൻഡ് റിസൾട്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒരു ഊഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തിക്കൊണ്ട് ഇന്നതായിരിക്കാം എന്നുള്ള ഒരു ചിന്ത. അപ്പോഴും ശ്രീ റെജി ഈ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊരു ഉചിതമായ സമയമാണോ ഇത്തരത്തിലൊരു വാർത്തകൾ സൃഷ്ടിക്കുന്നതിന്? ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ വീണ്ടും പറയേണ്ടി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കൾ എന്തുകൊണ്ട് ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. അതൊരു പ്രസ്റ്റീജ് പോരാട്ടമല്ലേ നടക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു പോരാട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങൾ നടത്തേണ്ട സമയം, ആ സമയത്താണോ ഇങ്ങനെ ഒരു അഴിച്ചുപണിക്ക് വേണ്ടി ആലോചനകൾ നടത്തേണ്ടത്? നോക്കൂ, കോൺഗ്രസിലെ എക്കാലത്തും തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ളത് യുവാക്കളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവജന സംഘടനയുടെ നേതാവാണ്. അപ്പം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതും അതിൻ്റെ യുവത്വം നിലനിർത്തേണ്ടതിനും അഗ്രസീവായിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെയും ഒരു ലീഡർഷിപ്പ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം ആ യുവജന സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം വാദഗതി മുന്നോട്ട് വയ്ക്കുന്നത്. അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ്. ഒരു രീതിയിലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ചർച്ചകൾ പല തലങ്ങളിൽ നടക്കും. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പലതരത്തിൽ ഇപ്പോൾ 4 വർഷം ആയ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതുണ്ടോ? ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിൻ്റെ ഒരു കൂട്ടായ നേതൃത്വമാണ്. അവർ ഏകപക്ഷീയമായിട്ടോ ഏതെങ്കിലും ഒരു വർഗീയ ഏതെങ്കിലും ഒരു മതസംഘടനകൾ പറയുന്നത് കേട്ടോ ഒന്നും കോൺഗ്രസ് പ്രവർത്തിക്കത്തില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മതേതര പാർട്ടിയാണ് കോൺഗ്രസ്. ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. 140 വർഷത്തെ ചരിത്രമുള്ള പാർട്ടിക്ക് ഇത്ര ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഏത് പാർട്ടി ഉണ്ട് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ? ഈ ജനാധിപത്യം പ്രൊവൈഡ് ചെയ്യുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഏത് പാർട്ടിയെ നമുക്ക് മറ്റൊരു പാർട്ടിയെ ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയുമോ? ഇതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. ശ്രീകുമാർ മറിയിൽ ഇവിടെ ഈ റെജി സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടെങ്കിലും കെ സുധാകരന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അത് ന്യൂസ് 18നോടും അത്തരത്തിൽ തന്നെയായിരുന്നു. ആന്റണി KPCC അധ്യക്ഷനാകുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം പ്രഖ്യാപിച്ചാൽ മതിയോ? എൻ്റെ പാർട്ടി പറയണ്ടേ? ഹൈക്കമാൻഡ് പറയുന്നുവെങ്കിൽ ശരി, അതിനെ അംഗീകരിക്കുന്നു. അവിടെ നിന്നൊരു യാത്രയപ്പാണ് താങ്കൾക്ക് നൽകിയത് എന്ന പ്രതീതിയാണല്ലോ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത്രമേൽ സ്നേഹോഷ്മളമായാണ് അവർ തന്നെ സ്വീകരിച്ചത് എന്നതായിരുന്നു സുധാകരന്റെ മറുപടി. പക്ഷേ സുധാകരനെ മാറ്റിയാൽ ശ്രീ റെജി പറയുന്നത് പോലെ അങ്ങനെ അച്ചടക്കമുള്ള ഒരു കുഞ്ഞാടായി അദ്ദേഹം മാധ്യമങ്ങളോട് മിണ്ടാതിരിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾ തന്നെ സൂചിപ്പിച്ചു പകരം കേൾക്കുന്ന പേരുകൾ ആരുടേത് എന്ന്. അതുമായി താരതമ്യം ചെയ്യുമ്പോഴാണല്ലോ സുധാകരൻ ആരെ എന്നത് വ്യക്തമാകുന്നത്. അപ്പോൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിലെ ഒരു പവർ പോയിന്റ് ആയിട്ടുള്ള, പവർ സെന്റർ ആയിട്ടുള്ള സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാൽ കോൺഗ്രസിന്റെ സാഹചര്യം ഇതായിരിക്കുമോ? അഭിലാഷ, ഈ കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു 2 വരി പ്രശ്നോട്ട് മതി. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ പൊടിപ്പാറ സാറ് പറഞ്ഞ മാതിരി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച് നടപ്പാക്കേണ്ട കാര്യമേ ഇതിനകത്തുള്ളൂ. പിന്നെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം, തുറന്നു പറഞ്ഞാൽ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ സ്വപ്നങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അതൊക്കെ വളരെ പരിമിതമാണ്. കാരണം അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹം ഇപ്പോൾ KPCC അധ്യക്ഷനാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്നത് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക, ഒരു നിർമ്മമത്വം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് കെ സുധാകരൻ. അപ്പോൾ അദ്ദേഹത്തെ ആ പോസ്റ്റിൽ ഇരുത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. കാരണം 8 മാസത്തെ കാലാവധി മാത്രം നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഉടനടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റി അതിന് അദ്ദേഹത്തിന് സ്റ്റേച്ചറൊന്നും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിരുത്തുന്നത് രാഷ്ട്രീയ അബദ്ധമാണെന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. കെ സുധാകരൻ്റെ പ്രതികരണത്തെ ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ ഭയക്കുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുമുണ്ട്.
കാരണം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ എന്താ പറയുക എക്സ്ട്രീം ലെവലിൽ പൊളിറ്റിക്സ് കളിക്കുന്ന ആളാണ് അദ്ദേഹം. വളരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുമ്പോഴെല്ലാം അദ്ദേഹം അങ്ങനെ മൂടി പൊതിഞ്ഞൊന്നും പറയാറില്ല. അപ്പോൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന എന്തെങ്കിലും ഒരു നീക്കം സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന് ഹൈക്കമാൻഡിന് അറിയാം. അതുകൊണ്ട് സുധാകരനെ കൂടുതൽ ഒന്ന് സമന്വയിപ്പിച്ച് കുറച്ചുകൂടെ പാസിഫൈ ചെയ്ത് അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് കുറച്ചുകൂടെ സുഗമമാക്കാനുള്ള ഒരു ഇടവേളയായിരിക്കും ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കെ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഹൈക്കമാൻഡ് എന്താ പറയുക അദ്ദേഹം എടുക്കാൻ പോകുന്ന അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് അനുമതിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടെ അല്ലാതെ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം ഏത് രീതിയിൽ പ്രതികരിക്കും? അദ്ദേഹത്തിന് മാരകമായ പ്രഹരശേഷിയുള്ള ആളാണ് കെ സുധാകരൻ. കേരളത്തിൽ ഇന്നത്തെ കോൺഗ്രസിൽ ഏറ്റവും അധികം പ്രഹരശേഷിയുള്ള നേതാവാണ് കെ സുധാകരൻ. ആ പ്രഹരശേഷിയെ ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ടാകണം എന്നാണ് നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ വെറുതെ സുധാകരനെ കൊണ്ടൊരു ഒരു വിഷയം ഉണ്ടാക്കണ്ട. അദ്ദേഹം ടേക്ക് ഈസ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമയമെടുത്ത് പതിയെ പുറത്തേക്ക് പോകട്ടെ. ഏതായാലും മാറണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനി സുധാകരൻ അദ്ദേഹത്തിന് സമയമെടുത്ത് പതിയെ പുറത്തേക്ക് പോകട്ടെ എന്നുള്ള നിലപാടിലായിരിക്കും ഹൈക്കമാൻഡ് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പിണക്കി വിടുന്നത് അപകടം തന്നെയാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. കാരണം നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്നവർ നിരീക്ഷിക്കുകയാണെങ്കിൽ കെ സുധാകരൻ ഈ സമയത്ത് പിണക്കി ഇറക്കി വിടുന്നത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ സാധ്യതകളേക്ക് വിഘാതമേൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഹൈക്കമാൻഡ് അടിയന്തരമായിട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അതേ സ്റ്റേച്ചറിലുള്ള CPM-നെ കരുത്തോടെ നേരിടാൻ പറ്റിയ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും CPM-മായി ഏറ്റുമുട്ടി കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്ന ഒരാളെ KPCC അധ്യക്ഷ സ്ഥാനത്ത് വയ്ക്കണം. അതോടൊപ്പം തന്നെ കെ സുധാകരനെ പിണക്കാതെ അദ്ദേഹത്തിന് ഈ പറയുന്നവർ നമ്മൾ എപ്പോഴും പറയുന്ന അൺസെറമോണിയസ് ഫെയർവെൽ ആ രീതിയിൽ എന്നെ മൈൻഡ് ചെയ്യാതെ ഇറക്കി വിട്ടു അല്ലെങ്കിൽ എന്നെ ഏകപക്ഷീയമായിട്ട് ഇറക്കി വിട്ടു എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാതെ നോക്കിയാൽ കോൺഗ്രസിന് നല്ലത്. അതല്ല എങ്കിൽ ഈ കെ സുധാകരനെ പ്രതികരിപ്പിച്ചേ അടങ്ങൂ എന്നാണ് ഹൈക്കമാൻഡ് ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം വളരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് വളരെ കഷ്ടമാകും. കാരണം വെച്ചാൽ CPM-ഉം ഇടതുമുന്നണിയും പിണറായി വിജയൻ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ വീഴ്ചകളെ നോക്കിയിരിക്കുകയാണ്. ഇവർ മാത്രമല്ല BJP-യുടെ റോള് നമ്മൾ കാണാതെ പോകരുത്. കേരളത്തിൽ കെ സുധാകരന് പണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാണ്, കെ കരുണാകരൻ പാർട്ടി വിട്ടപ്പോൾ വലിയൊരു വിഭാഗം പാർട്ടിയിൽ നിന്ന് ഒലിച്ചുപോയി. വലിയൊരു വിഭാഗമുള്ള പാർട്ടി അവരാരും തിരിച്ചു വന്നില്ല. അവർ തിരിച്ചു വന്നില്ല എന്നുള്ളതിൻ്റെ പരിതാപകരമാണ് 2011 ഇലക്ഷനിലും 16 ഇലക്ഷനിലും 21 ഇലക്ഷനിലൊക്കെ നിയമസഭാ ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടത്. അതുപോലെ ഇനിയിപ്പോൾ കെ സുധാകരൻ ഇങ്ങനെ ഒരു വൈകാരികമായി പ്രകടനം നടത്തി അത്തരത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടാൽ അദ്ദേഹത്തോടൊപ്പം ഒലിച്ചു പോകുന്നവർ, അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നവർ പിന്നെ ഒരിക്കലും ഈ പാർട്ടിയിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് തിരികെ വരില്ല. അവർ പല മേഖലകളിലായി അഭയം തേടും. അതും കോൺഗ്രസിൻ്റെ അടിത്തറയെ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് കോൺഗ്രസിലെ ഏറ്റവും ജനപിന്തുണയുള്ള അവശേഷിക്കുന്ന നേതാക്കളോടാണ് സുധാകരൻ. അദ്ദേഹത്തിന് PCC പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ അധികാരമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ഭരണഘടന പ്രകാരമോ അതിന്റെ സിസ്റ്റത്തിന് പ്രകാരം ആർക്കും അനുവാദമില്ല. പക്ഷേ അത് വളരെ അവധാനതപൂർവ്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ മാറ്റി അതിന് കൊള്ളാവുന്ന ഒരാളെ ഇത് ഏൽപ്പിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം പതിയെ പരിഹരിക്കപ്പെടുന്നുള്ള എന്റെ വിശ്വാസം. യെസ്, അങ്ങനെ ഒരു പേരിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഒരു അധ്യക്ഷനെ മാറ്റാൻ ശേഷിയില്ലാത്ത സാഹചര്യത്തിലാണ് എന്ന് പറയുമ്പോഴും ആ അധ്യക്ഷൻ തുടരുന്നതിനെയല്ലേ ഒരു പരിധിവരെയെങ്കിലും ഇടതുപക്ഷവും ഭയക്കുന്നത്? പ്രത്യേകിച്ച് ഇത് ഇപ്പോൾ ആസന്നമായിരിക്കുന്ന, താങ്കൾ നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു, അതിന് ജോർജ് സാർ മറുപടി തന്നതുകൊണ്ടാണ് ആ ഡേറ്റകളിലേക്ക് പോകുന്നില്ല. ഇനിയിപ്പോൾ മുന്നിലുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും നിലമ്പൂർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ്, ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിക്ക് ഹൈക്കമാൻഡും ഇടം നൽകുന്നില്ല. ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും പറയുന്നത് ആര് നിങ്ങളോട് പറയുന്നു? നിങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കിയാൽ മതിയോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ പരസ്യമായൊരു പ്രകടനത്തിനോ അല്ലെങ്കിൽ പൊട്ടിത്തെറികൾക്കോ ഒന്നും ഇടം നൽകാത്ത തരത്തിലാണ് ഇപ്പോഴും ഹൈക്കമാൻഡ് ഈ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്. അഭിലാഷേ, ഞങ്ങള് CPM കെ സുധാകരനെ ഭയക്കുന്നു എന്ന് പറയുന്നത് മിതമായ ഭാഷ പറഞ്ഞാല് ഞങ്ങൾക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അത്ര ചെറുതായിട്ട് കാണണം. അത് അഭിലാഷിന്റെ ബുദ്ധി ചെയ്യാൻ പറ്റുന്നു. ഇവിടെ എന്താ വിഷയം? ഇവിടെ സുധാകരൻ തന്നെ സംഭവിച്ചിരിക്കുന്നു പല കാര്യങ്ങളും. ദീപദാസ് മുൻഷി അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതായത് അവര് ദേശീയ സെക്രട്ടറി സംസാരം CPM കോൺഗ്രസിന്റെ നിരീക്ഷകയാണ്. അതുപോലെ ഒരു അന്യസംസ്ഥാനത്ത് വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുകയും അവരുടെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ജീവനക്കാരനായ കരകോല് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ സുധാകരനെ മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം CPM കൊടുത്ത റിപ്പോർട്ടുകളാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്?
ഞങ്ങളെ സംബന്ധിച്ചോളം ഇവർ തമ്മിലുള്ള അടി കണ്ടോണ്ടിരിക്കുക. ഇവർ ഇനിയിപ്പം ഒന്നിച്ച് ഒറ്റ തീരുമാനം എടുത്തൊരു ദുർബലനോ അല്ലെ രോഗിയോ അല്ലെങ്കിൽ മെടുക്കനോ ആയ ഏതെങ്കിലും ഒരു അധ്യക്ഷനെ കൊണ്ടുവന്നാൽ പോലും CPM-നെ സംബന്ധിച്ചോളം അതിനൊരു ശതമാനം പോലും പ്രാധാന്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇവരെ ഇനി ഒരിക്കലും അധികാരത്തിൽ എത്തത്തില്ല. ഇപ്പോൾ തന്നെ കാണുന്ന അവരുടെ നാടകങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതായത് രാഹുൽ മാങ്കൂട്ടം ഇന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അഭിലാഷ് കേട്ട് കാണുമല്ലോ അത്. ആദ്യത്തെ എന്താ പറഞ്ഞേ, മുതിർന്ന നേതാക്കന്മാരെ പോലെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ, ഞങ്ങൾ ചെറുപ്പക്കാർ സംസാരിച്ചു തുടങ്ങിയാൽ അത് സഹിക്കാനുള്ള ആരോഗ്യം ഈ പാർട്ടിക്ക് ഇല്ല എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ പാർട്ടി ഒരു രോഗാവസ്ഥയിലാണെന്നുള്ളവരും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താ മുതിർന്ന നേതാക്കൾ പക്വതയോടുകൂടി പ്രതികരിക്കണം എന്ന് പറഞ്ഞു. ആ മുതിർന്ന നേതാക്കൾ ഉദ്ദേശിച്ച CPM നേതാക്കന്മാരെ കുറിച്ചാണോ? അവരുടെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചല്ലേ? പണ്ട് ജി കാർത്തികന്റെ നേതൃത്വത്തിൽ തിരുത്തൽവാദി എന്ന് പറയുന്ന സംഘം ഉണ്ടായിരുന്നു. തന്റെ അടിയായ പിന്നെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം പഠിച്ച ജി കാർത്തികന്റെ ഒക്കെ ശബ്ദത്തിന്റെ ചെറിയ പതിപ്പാ ഇന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. അഭിലാഷ് ശ്രദ്ധിച്ചില്ലേ? ആർക്കും കൊടുത്ത മുന്നറിയിപ്പാ. ആ മുന്നറിയിപ്പ് കൊടുത്ത് വേറെ ആർക്കുമല്ല, ഈ സുധാകരൻ, കെ മുരളീധരനെ പോലുള്ള സംഘത്തിന് കൊടുത്ത മുന്നറിയിപ്പാ. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് VD സതീശന്റെയും രാഹുൽ മാങ്കൂട്ടം അല്ലെ നമ്മുടെ പിന്നെ ഷാഫി പറമ്പിലിന്റെയും KC വേണുഗോപാലിന്റെ ആളാ. അവരുടെ അല്ല, പക്ഷേ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചു കേട്ടുവെങ്കിൽ അദ്ദേഹം സുധാകരനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സുധാകരന്റെ മാറ്റേണ്ട സാധ്യതയില്ല എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അല്ല, അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിനോട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകൻ തന്നെ ചോദിച്ചത് സുധാകരനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മാറ്റേണ്ട കാര്യമില്ല, അദ്ദേഹം എടുക്കാന്ന് പറഞ്ഞത് അല്ല, മോശമാണെന്ന് അദ്ദേഹത്തിന് നാളെ മാറ്റണമെന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയാൻ പറ്റുമോ ഈ പാർട്ടിയിൽ? അത് പറയാനുള്ള തന്റെ ഇടവരെ മുതിർന്ന ആൾക്കാർക്കില്ല. പിന്നെ ഇദ്ദേഹം പറയുന്നത് അതൊക്കെ വാദത്തിനോട് പറയാം. അങ്ങനെയാണ് പിന്നെ എന്തിനാ അദ്ദേഹം പക്വത കാണിക്കണം എന്ന് പറഞ്ഞത്? ഈ പാർട്ടി രോഗാവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ കാരണം എന്തുകൊണ്ടാ? അതാണ് ഞാൻ പറഞ്ഞത്. അവര് തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇതിന്റെ ഈ പാർട്ടിയുടെ അവസ്ഥ ഏതാണ്ട് പരിതാപകരമാണെന്നുള്ളത്. അതിന്റെ അമർഷമാണ് അതേ പറഞ്ഞ വേറൊരു വാചകം കേട്ടോ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ചെറുപ്പക്കാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ പാർട്ടിക്ക്? എന്ന് ചോദിച്ചു കേട്ടില്ലേ? അപ്പൊ മുതിർന്ന നേതാക്കന്മാരല്ലേ അദ്ദേഹം പേരെടുക്കാതെ കുറ്റപ്പെടുത്തിയ വാക്കുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. അപ്പൊ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തമ്മിലടിച്ച് BJPക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വികൃതമായിട്ടുള്ള രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുർബലമാണ്, ലോക്കമാൻഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഹൈക്കമാൻഡ് അവർക്ക് പോലും ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? KC വേണുഗോപാൽ എന്താ തിടുക്കപ്പെട്ട് ഡൽഹിയിലെത്തി ഇതിനുവേണ്ടി ന്യായീകരിക്കുക പത്രസമ്മേളനം നടത്തിയേ? ഇങ്ങനെ ഒരു സംഭവം അവർ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇതേ പത്രസമ്മേളനം നടത്തി പറയേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. 6ഓ 7ഓ തവണ ഈ VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും നിർബന്ധ ബുദ്ധിയാൽ ഇദ്ദേഹത്തിനെ മാറ്റണമെന്നുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അവര്. ഇത് ആദ്യത്തെ അവസാനത്തെ മാത്രമല്ല. അപ്പൊ എന്താണ് അതിന് കാരണം? ഈ പാർട്ടിയിൽ ഒരു സ്ഥിരതയില്ലാത്ത, എന്താ പറയാ, ഒരു വ്യക്തമായ ഉത്തരം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഇത് അടപ്പതിച്ചിരിക്കുന്ന ഈ പാർട്ടി. ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിച്ച് ഒരുപാട് പറഞ്ഞത്, VD സതീശനെതിരെയുള്ള സുധാകരന്റെയും സുധാകരനെ പിന്തുണയ്ക്കുന്നവരുടെയും വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സുധാകരൻ പറഞ്ഞത് എന്നെ മാറ്റാൻ പറ്റുന്നില്ല, ഞാൻ മാറുന്ന പ്രശ്നമില്ല, എനിക്ക് രോഗമുണ്ടെന്ന് ഒരു നേതാവ് പറഞ്ഞു. അപ്പൊ രോഗമുണ്ട് അവര് ചികിത്സിക്കട്ടെ, എന്റെ രോഗത്തിന് ഞാൻ ചികിത്സിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സതീശൻ അത്ര പിന്തുണയുണ്ടോ എന്നുള്ളതാണ് സംശയം. മറുഭാഗത്ത് ചേരിയാണോ ശക്തമായത് എന്ന് വളരെ ആ ചോദ്യം ചോദിക്കാൻ കാത്തിരിക്കുക. സതീശന് ഒരു പിന്തുണയില്ലാതെ തെളിഞ്ഞു കഴിഞ്ഞില്ലേ? കേരളത്തിൽ അത്യാവശ്യം ജനങ്ങളെ ക്രൗഡ് ആയിട്ടുള്ള നേതാക്കന്മാര് അവരൊറ്റക്കെട്ടായിട്ട് സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ദുർബലനായിരിക്കുന്നു VD സതീശൻ. ഒരു അഭിപ്രായം പോലും പറയാതെ മൗനത്തിന്റെ വാൽമീയത്തിൽ അദ്ദേഹിക്കുന്നത്. അദ്ദേഹത്തിന് കയ്യിലിരിപ്പുണ്ട്. അദ്ദേഹം ഈ മുതിർന്ന നേതാക്കന്മാരെ അടിച്ചൊതുക്കിയതുകൊണ്ടും ഞാൻ 2 കാര്യങ്ങൾ പറയാം. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് VD സതീശൻ പറഞ്ഞൊരു വാക്ക്, കടുമ്പട്ട് മന്ത്രിസഭ കൊള്ളസംഘമാണ് കേരളത്തിൽ ഭരിക്കുന്നത് പറഞ്ഞു. ഞങ്ങൾ CPM ആണോ? ഇതേ VD സതീശനല്ലേ പറഞ്ഞേ? ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു കാട്ടുകള്ളനായിട്ട് ചിത്രീകരിച്ചാരാ? ഈ VD സതീശനെ ഉമ്മൻചാണ്ടി സ്നേഹിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാർ VD സതീശനെ അംഗീകരിക്കുമോ? ചാണ്ടി ഉമ്മനെ പാലക്കാടോ ചേലക്കരയോ അതിർത്തി പോലും കിടക്കാതെ അകച്ചു നിർത്തിയത് ആരാ? അയാൾ പരാതി വരെ പറഞ്ഞു എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന്. ആ ബൈ ഇലക്ഷൻ അതാരാ? ഈ VD സതീശന്റെ അല്ലേ ആ ഇലക്ഷൻ നേതൃത്വം കൊടുത്തേ? അദ്ദേഹമല്ലേ ചെയ്തത്? അതിന് ചാണ്ടി ഉമ്മനോട് ജനമന്ത്രിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ശശിധരനെ കുറിച്ച് വെറും ബലൂണാണ്, ഊതി ഉറപ്പിച്ച് ബലൂണാന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതാരാ? ഈ VD സതീശനല്ലേ ആക്ഷേപിച്ചത്? കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞെന്താ? അപ്പൊ അതാണ് പറഞ്ഞ VD സതീശന് അപ്രമാദിത്യം. VD സതീശൻ കേരളത്തിലെ ഒരു ഏകാധിപത്യ കോൺഗ്രസ് നേതാവാനുള്ള ശ്രമങ്ങൾക്കെതിരെ സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ചങ്കൂറ്റമുള്ള ഒരു വലിയ നേതൃത്വം ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നു. ആ ധൈര്യമാ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. കെ മുരളീധരൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന് മാറ്റേണ്ട ആവശ്യമില്ലെന്ന്?
നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് എന്തിനാ മാറ്റണം എന്ന് ചോദിച്ചേ? ശരി. KPCC പ്രസിഡന്റ് അല്ല, അഭിലാഷ് ഒറ്റക്കാരുടെ KPCC പ്രസിഡന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞേ, പടം കണ്ടാൽ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന തിരിച്ചറിയാവുന്ന ഒരാളെങ്കിലും KPCC പ്രസിഡന്റ് ആകണമെന്നാ പറഞ്ഞേ. ശരി, ശരി. അതിനപ്പുറം ഒരു കമന്റ് ഇനി പറയാറുണ്ടോ? ആ. ഒന്ന് ആലോചിക്കുക, അവിടെ എന്തിനാണ് CPM-നെ കുറ്റപ്പെടുത്തുന്നത്? ശരി, ശരി. CPM-ന് ഇതുമായിട്ടുള്ള ബന്ധമായിരിക്കും ഞങ്ങൾക്ക് Right, right. ഒരു ബന്ധം പോലും ഇല്ലെന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നതനുസരിച്ചാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. ശരി, ഞാൻ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ ജോർജ് പൊടിപ്പാറ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു നിമിഷമേ ഉള്ളൂ. എന്തായാലും ഈ ഇത്തരം വാർത്തകളും വിവരങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെങ്കിലും കോൺഗ്രസുകാരുടെ ആത്മവീര്യത്തെ ബാധിക്കുന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കാര്യമാണെങ്കിലും അദ്ദേഹം പറയാൻ ഉപയോഗിച്ച രീതി പത്രസമ്മേളനം നടത്തേണ്ടിയിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കോൺഗ്രസ് നേതാക്കൾ ചെവിക്കൊള്ളുന്നതാണ്, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ ഈ നിർണായക ഘട്ടങ്ങളിൽ ഇങ്ങനെ തമ്മിലടിക്കുന്ന തരത്തിലുള്ള കാര്യമല്ല. ഒറ്റ പോയിന്റ് കൂടി, റെജി ലൂക്കോസ് ഇപ്പൊ ഈ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് CPM-ന്റെ 1-ാം നമ്പർ ശത്രു അദ്ദേഹമായിരുന്നു. ടാർഗറ്റ് മുഴുവൻ അദ്ദേഹത്തിന്റെ നേരെയായിരുന്നു. അദ്ദേഹത്തിന് ഉറക്കം കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിനെ ശരശയ്യയിലാക്കുകയായിരുന്നു. ഇപ്പോ ഇവരുടെ ടാർഗറ്റ് സുധാകരനല്ല, ഇപ്പൊ ഇവരുടെ ടാർഗറ്റ് VD സതീശനാണ്. ആരാണ് കോൺഗ്രസിൽ സ്വീകാര്യനാവുന്നത്, ആരാണ് കോൺഗ്രസിലെ ശക്തനാവുന്നത്, അയാളുടെ മർമ്മം നോക്കി അടിക്കാൻ ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നത്. ഇതൊരു വലിയ സമർത്ഥമായ രാഷ്ട്രീയ തന്ത്രമാണ് റജി. പക്ഷെ അത് അത്ര കണ്ടങ്ങ് വില പോകില്ല. അല്ല, താങ്കൾ പറയുന്നത് ഈ സുധാകരനുള്ളതിനേക്കാൾ പിന്തുണ ഇപ്പോഴും സതീശനുണ്ട് എന്നാണോ പാർട്ടിക്കകത്ത്? ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. കാരണം സുധാകരനെ മാറ്റുന്നതിനെ പക്ഷെ ഇപ്പോഴത്തെ ഈ അവസാന നീക്കങ്ങൾ നോക്കുമ്പോൾ പ്രമുഖരെല്ലാം മറുഭാഗത്തേക്ക് പോയോ എന്നൊരു സംശയമില്ലേ? പ്രമുഖർ എന്ന് പറഞ്ഞാൽ അവർ നേതാക്കൾ മാത്രമാണ്, അണികളല്ല എന്നുകൂടി താങ്കൾ തിരിച്ചറിയണം. അല്ല, ഇപ്പോൾ ചെന്നിത്തല അല്ലെങ്കിൽ K മുരളീധരൻ അങ്ങനെയൊക്കെയുള്ള വളരെ കൃത്യമായൊരു പിന്തുണ സുധാകരന് ലഭിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കി? K മുരളീധരനും അതുപോലെ രമേശ് ചെന്നിത്തലയും ഇവരൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പൊ റെജി ലൂക്കോസിനെ പോലെ തന്നെ VD സതീശന്റെ വളർച്ചയെ അദ്ദേഹം ഈ പാർട്ടിയെ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ K സുധാകരനാണോ മുഖ്യ പങ്കുവച്ചത്, VD സതീശനാണോ മുഖ്യ പങ്കുവച്ചത്, നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ അതിൽ ആരുടെ കോൺട്രിബ്യൂഷനാ വലുത്? അത് VD സതീശന്റെ തന്നെയാണ്. നമ്മൾ അംഗീകരിക്കേണ്ടത് അംഗീകരിക്കണം. എന്തായാലും ഞാനത് ചോദിച്ചത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നേതാവാണ് ഇതിന് പിന്നിലെന്നും ഒരു ഗ്രൂപ്പ് മാത്രമാണ് എന്നും ഞങ്ങളോട് തന്നെ സുധാകരൻ പ്രതികരിച്ചത് കൊണ്ടാണ് ചർച്ച അവസാനിപ്പിക്കുകയാണ്. അത് ശരിയാണ്. സുധാകരൻ ഉദ്ദേശിക്കുന്നത് VD സതീശനെ തന്നെ ആയിരിക്കും എന്നുള്ളത് അതിന് വലിയ പാടൂർ പഠിപ്പര വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. റൈറ്റ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.